നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മിറാക്കിളാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി പേര് വളരെ നാളുകളായിട്ട് മാനിഫെസ്റ്റേഷൻ പലതും ചെയ്യുന്നവരാണ്. പക്ഷെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ ഒരുപാട് സന്തോഷിക്കാനായിട്ട് പോകുന്ന ഒരവസരമാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയധികം സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. മേ ബി ഒരു ഫങ്ഷൻ, ഒരു മാരേജ് ഫങ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ, മേ ബി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ സെപ്പറേഷനിലായിട്ടുള്ള ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് അവർ എടുക്കുന്നതാണ്. ഓക്കെ, അബൻഡൻസ്, നെക്സ്റ്റ് കാർഡ് അബൻഡൻസ് ആണ്. അത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് സഫലമാകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റീയൂണിയൻ ആണ്. ആ ഒരു ആഗ്രഹത്തിന് ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ കിട്ടുന്നത്. വളരെ പോസിറ്റീവാണ്. അതായത് എല്ലാവർക്കുള്ള റീഡിംഗ് അല്ല, ഇത് ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ ഭൂരിഭാഗം പേർക്കും ഇത് പോസിറ്റിവിറ്റി ആണ് തരുന്നത്. ന്യൂ വിഷൻ, നെക്സ്റ്റ് കാർഡ് ഈസ് ന്യൂ വിഷൻ. അതായത് നിങ്ങളുടെ ഈ ഒരു കാഴ്ചപ്പാടിൽ തന്നെ വ്യത്യാസം വരികയാണ്, ഒരുപാട് ചേഞ്ച് ഉണ്ടാവാണ്. നിങ്ങൾ എന്താണോ റിയൽ ആയിട്ടുള്ളത്, നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ എന്താണോ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതിൽ നിന്നും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവാണ്. നിങ്ങളുടെ പല കാര്യങ്ങളും സ്ലോ ഡൗൺ ആയിട്ട് പോകുന്നുണ്ടാവാം. നിങ്ങളുടെ പല ജീവിത കാര്യങ്ങളും ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അതിൽ നിന്നെല്ലാം ഒരു വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യാണ്. അവർ പല കാര്യങ്ങളിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ മെമ്മറീസ്, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലെ ആ ഒരു മിസ് ഫീൽ ഇപ്പോൾ ഒരുപാട് ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കാൻ അവരിപ്പോൾ തയ്യാറായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങളായിരുന്നാലും, എന്ത് സാഹചര്യങ്ങളായിരുന്നാലും അതെല്ലാം ഉപേക്ഷിച്ച് അവർ നിങ്ങളിലേക്ക് നടന്ന് വരികയാണ്. ഓക്കെ, മേ ബി അവർ ചിന്തകൾ, അവരുടെ എല്ലാ കാര്യങ്ങളും വളരെയധികം ഒരു സ്ലോ ഡൗൺ പ്രോസസ്സിൽ നടക്കുകയാണ്, വളരെ ഇഴഞ്ഞു നീങ്ങുകയാണ്. അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും അവരുടെ ലൈഫിൽ സ്മൂത്ത് ഗോയിങ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവുകയാണ്, ഈ ഒരു സമയത്ത് അവർ റിയലൈസ് ചെയ്യുകയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി ഉള്ളത്. നിങ്ങൾ അവരോടൊപ്പം ഉള്ള സമയത്താണ് അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു മിസ്സിങ് പീസ് ആണ് എന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു മിറാക്കിൾ എന്ന് പറയുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ്. ഒരുപാട് പോസിറ്റിവിറ്റിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ്, നിങ്ങൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ചിലപ്പോൾ ഒരു ഫംഗ്ഷനിൽ വെച്ച് കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവാം. അടുത്ത സമയങ്ങളിൽ തന്നെ നിങ്ങൾ പരസ്പരം കാണാനിടയാവുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ടാവാം, ഒരു കോൾ ചെയ്യാനോ ഒരു മെസ്സേജ് ചെയ്യാനോ ഒരു ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ റിസപ്റ്റീവ് മോഡിൽ ഇരിക്കുക. അതായത് നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ മുതൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ആ പേഴ്സൺ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കാം. ഓക്കെ, ഡെഫിനറ്റ്ലി ന്യൂ ബിഗിനിങ്, അൺകണ്ടീഷണൽ ലവ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സ്നേഹം എല്ലാം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, വളരെ സ്നേഹം തോന്നുന്നുണ്ട്. അവർ എന്തായാലും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അൺകണ്ടീഷണൽ ലവ്. ഓക്കെ, ട്വിൻ ഫ്ലെയിം, ടെലിപ്പതി ആൻഡ് മിറർ സെൽഫ്. ഓക്കെ, നിങ്ങൾക്കിടയിൽ കൂടുതൽ പേർക്കും ഒരു ട്വിൻ ഫ്ലെയിം എനർജി ആണ് എന്നിവിടെ കാണുന്നുണ്ട്.
അതുപോലെ മിറർ സെൽഫ്, അതായത് നിങ്ങൾക്ക് പരസ്പരം പല കാര്യങ്ങളിലും സിമിലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവും. പല അഭിപ്രായങ്ങളും ചിലപ്പോൾ ഒരേപോലെ വരുന്നൊരു സാഹചര്യമായിരിക്കാം. അതുപോലെ നിങ്ങൾക്കിടയിൽ ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ടാവാം. നിങ്ങൾക്ക് അവരില്ലാത്ത സമയത്ത് പോലും അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അത്രമാത്രം ആഴമേറിയ ഒരു ബന്ധമാണ്, അത്രമാത്രം സോൾ കണക്ഷൻ തോന്നുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് കാണുന്നുണ്ട്. ഓക്കെ. ആൻഡ് യെസ്, കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. വളരെ സിൻസിയർ ആയിട്ടാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. ആ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഉള്ളൊരു പോസിബിലിറ്റി, ആ ഒരു മിറാക്കിൾ ആണ് നിങ്ങളിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾ റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ. ഐ എം സോറി ഫോർ നോട്ട് റിപ്ലൈയിങ് യുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ആ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. മേ ബി നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിൽ നിങ്ങൾക്ക് ആ വ്യക്തി പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ തന്നിട്ടില്ല. അതിന് അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട്. ഓക്കെ. ഐ എം സോറി ഫോർ നോട്ട് റിപ്ലൈയിങ് യുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീസൺ കൊണ്ടായിരിക്കാം. ആൻഡ് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ്. ഓക്കെ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ അവരോട് മിണ്ടാനും പിണങ്ങിയിരിക്കുന്നതിനൊക്കെ അവർ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഐ മിസ് യു വെരി ബാഡ്ലി. ഒരുപാട് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിടയിലുള്ള ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം ആയിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ. ആൻഡ് ഐ നോ യു ആർ വെയിറ്റിംഗ് ഫോർ മീ. ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഇപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ആ വ്യക്തിക്ക് അറിയാം. സ്പിരിച്വൽ കണക്ഷൻ. ഓക്കെ, ഈ വ്യക്തിക്ക് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്പിരിച്വൽ കണക്ഷൻ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡോണ്ട് വാണ്ട് ടു ലോസ് യു. ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. തിങ്കിങ് അബൌട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ. ഓക്കെ, എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തെല്ലാം ആ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ആ വ്യക്തിയുടെ മുഖത്ത് ഒരു ആൻഡ് ദർ ഈസ് സം മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, നിങ്ങൾക്കിടയിൽ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉണ്ടായതെന്ന് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ.